എല്ലാവർക്കും സുരഭി കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമുക്ക് തയ്യാറാക്കാൻ വളരെ ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് ഉള്ളി വറവ്. അപ്പോൾ കണ്ടുനോക്കാം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന്. ഒരു ചീനച്ചട്ടി ഞാനിവിടെ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് 2 ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതാണ് ഞാൻ ചേർക്കുന്നത്. ഈ ഒരു ഉള്ളി വറവ് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. ഈ ഒരു വറവ് നമുക്ക് ദോശ, അതായത് ഗോതമ്പ് ദോശയിലും അരി ദോശയിലും പിന്നെ ചപ്പാത്തി, കുബൂസ് എന്നിവയ്ക്ക് കൂടെ കഴിക്കാം. ഇനി നമുക്ക് ഉള്ളിയിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതായത് ഉള്ളി വറവിന് ആവശ്യമായ ഉപ്പാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. നന്നായിട്ടൊന്ന് ഇളക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇനി ഒരു 2 ടീസ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. ഇവിടെ ഈ ഉള്ളി വഴറ്റിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് വഴറ്റാം. പിന്നെ ഉള്ളി നന്നായിട്ട് വാടിപ്പോകേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ ഉള്ളി വറവ് ചെറുതായിട്ടൊരു ക്രിസ്പിലാണ് വേണ്ടത്. ഇനി ഇതിലേക്ക് ചിരണ്ട തേങ്ങ ഒരു 3 ടേബിൾ സ്പൂണാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എരിവ് കൂടുതലാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒരു 4 ടേബിൾ സ്പൂണോളം തേങ്ങ ചേർത്തോളൂ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്താൽ നമ്മുടെ ഉള്ളി വറവ് ഇവിടെ റെഡിയായി. അപ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാകുന്ന ഒരു റെസിപ്പിയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് അഭിപ്രായങ്ങൾ അറിയിക്കുക. ഈ ഒരു വറവിൻ്റെ കൂടെ ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടി ചേർന്നാൽ നല്ല ടേസ്റ്റാണ്. ആ റെസിപ്പി ഞാൻ പിന്നീട് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ നമ്മുടെ ഈ വറവ് റെഡി ആയിട്ടുണ്ട്. ഞാനിത് ഓഫ് ചെയ്ത് ഒരു ബൗളിലേക്ക് നമ്മുടെ വറവ് മാറ്റിയിട്ടുണ്ട്. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് എനിക്ക് ഈ ഒരു ദോശയും പിന്നെ ഈ വറവുമാണ്. ഇവിടെ ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഒരു ഗോതമ്പ് ദോശയാണ്. പക്ഷേ സാധാരണ ഒരു ഗോതമ്പ് ദോശയല്ല, ഇതൊരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഗോതമ്പ് ദോശയാണ്. ഈ ദോശയ്ക്ക് ശരിക്കും കറിയൊന്നും ആവശ്യമില്ല. നമുക്ക് വെറുതെ കഴിക്കാൻ പറ്റുന്നൊരു നല്ലൊരു ദോശയാണിത്. പക്ഷേ കുട്ടികൾക്ക് കറി എന്തെങ്കിലും മുന്നിൽ കാണും, അതുകൊണ്ട് പെട്ടെന്നൊരു ഒരു വറവ് തയ്യാറാക്കിയതാണ്. അപ്പോൾ നമ്മൾ ചൂടോടുകൂടി കഴിക്കട്ടെ. നമുക്ക് വീണ്ടും കാണാം. താങ്ക്